So, good evening everyone once again. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലാണ്. So first of all, today we are going to start communicative English communication. So as far as you teachers concerned, it's very important to know the basics and the advanced part of English language to communicate with your co-teachers and with your what you call children. So as far as Gulf countries or Kerala families are concerned, the importance of English language getting higher and higher day by day. So day by day, when you look into your surroundings, you can see that the lot of English medium schools are rising up. I mean increasing. The number of English medium schools increasing. So this shows that the importance of the language is getting higher. So we the teachers must know to communicate in English language like our mother tongue Malayalam. So we speak Malayalam. No, we don't mind about the grammar, or we don't mind about the structure or anything like that. Right? We the teachers, I would like to call you teachers. Right now, I would like to call you teachers. So, as far as you teachers are concerned, the language skill is very, very important. So, I'm not lengthening my class in English. I would like to come into Malayalam. So, it's quite easy to understand you people that I take my class in Malayalam. Okay, so after some or so many classes, so we can change our communication medium right through in English. It's very, very important. So, like I said, ഞാൻ മലയാളത്തിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ ഇമ്പോർട്ടൻസ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സമൂഹത്തിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളെപ്പോലെയുള്ള ഒരു മോണ്ടിസോറി ടീച്ചേഴ്സ്, അതുപോലെ ഒരു പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, അതും അല്ലെങ്കിൽ അറബിക് പ്രൈമറി ടീച്ചേഴ്സ്, ഞാൻ നിങ്ങളെ ടീച്ചേഴ്സ് എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയം. കാരണം ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതോട് കൂടി തന്നെ ഞങ്ങളുടെ അധ്യാപകരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ടീച്ചേഴ്സായി മാറിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് വേണ്ട മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മേക്കപ്പ് ബോക്സും പൗഡറും ഒന്നും എടുത്ത് വെക്കണ്ട കേട്ടോ. അത് ആ മേക്കപ്പ് അല്ല പറഞ്ഞത്. ഞാൻ ഒരു ടീച്ചർക്ക് വേണ്ട ആ സ്റ്റൈല്, ആ ഒരു മേക്കപ്പ് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളിനി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. അപ്പോൾ പൊതുവിൽ ഇംഗ്ലീഷ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. സോ എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ്. ഏകദേശം ഈ ഒരു ഫീൽഡിൽ 27 years ഓഫ് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഫീൽഡിൽ തന്നെ ഏകദേശം മോർ ദാൻ 25 years ഞാൻ ട്രെയിനറാണ്. അതുകൂടാതെ ഡിഗ്രി ക്ലാസ്സുകൾ, PG ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കാറുണ്ട്. ഓക്കെ, അതും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മോർ ദാൻ 25 years ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാത്രം മോണ്ടിസോറി ട്രെയിനേഴ്സിനും മോർ ദാൻ 20 years ഞാൻ മോണ്ടിസോറി ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ മൗലൂദ് പറയില്ല കേട്ടോ. ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ആരാണ് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതും അറിഞ്ഞിരിക്കണം നല്ലതാണല്ലോ. സോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സിലബസ് ഒക്കെ ഏതാനും മാസങ്ങളോളം ഉറക്കമിളച്ചിരുന്ന് ജോലി പോലും ലീവാക്കി ഞാനിപ്പോൾ മാദിൻ സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മലപ്പുറം മേൽമുറി മാദിൻ സ്കൂൾ ഇൻ്റർനാഷണലിൽ അവിടെ CBSE +2 ഇംഗ്ലീഷ് വിഭാഗ അധ്യാപകനാണ്. ഓക്കെ, സോ കം ടു പോയിന്റ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്കീം ആൻഡ് സിലബസ് തയ്യാറാക്കുക എന്നുള്ള ദൗത്യം എൻ്റെ മേലായിരുന്നു. അപ്പോൾ അത് ഒരുവിധം മെച്ചപ്പെട്ട രീതിയിൽ പൂർത്തിയാക്കി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അത് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുകയും യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തു. ആ പുസ്തകമാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്നത്. 5 വിഷയങ്ങൾ: ചൈൽഡ് സൈക്കോളജി, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രീ പ്രൈമറി തിയറി ഓർ മോണ്ടിസോറി ഫിലോസഫി, ദെൻ
പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ഇംഗ്ലീഷ്. ഇത്ര 5 വിഷയങ്ങൾ. അതിപ്പോൾ നിങ്ങൾ പ്രീ പ്രൈമറി ബുക്ക് ടെക്സ്റ്റ് ബുക്ക് അതന്നെ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് നമ്മളെ കോഴ്സ് പറഞ്ഞാൽ 10 മന്ത് പിന്നെ ഡ്യൂറേഷനാണ് വരുന്നത്. അപ്പോൾ അത് എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ കഴിയുമ്പോഴേക്കും 1 ഇയർ പൂർത്തിയാവും. അത് 1 ഇയർ പൂർത്തിയായി 1-2 മാസമൊക്കെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ കോൺവൊക്കേഷനൊക്കെ അരങ്ങേറി സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ടീച്ചറാവാൻ തയ്യാറാവുകയുള്ളൂ. കുറച്ച് കടമ്പകളുണ്ട്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വരും ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലാണ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. ഓക്കെ, ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ പോകേണ്ടതെന്ന് വെച്ചാൽ, പൊതുവിൽ നിങ്ങളിൽ ഇപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുന്ന പല സഹോദരിമാരും ഇംഗ്ലീഷ് ഭാഷയെ പേടിക്കുന്നവരാണ് ഈ കാര്യം. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇംഗ്ലീഷ് ഒരു പ്രയാസമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഒരുവിധം എങ്ങനെയൊക്കെയാണ് നല്ല മാർക്കിൽ പാസ്സായി കിട്ടി. എന്നാലും ലാംഗ്വേജിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീട് കല്യാണം കഴിഞ്ഞു, കുറേ വർഷങ്ങളോളം പിന്നീട് ഹൗസ് വൈഫായിട്ട് മാത്രം കഴിഞ്ഞുകൂടി ശേഷം ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹവുമായി നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു മോണ്ടിസോറി പ്രീ പ്രൈമറി അറബിക് ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ പരസ്യം നിങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താ പറയുക, പിന്നെ നിങ്ങൾ ഈ കോഴ്സും ജോയിൻ ചെയ്തത്. അപ്പോഴും ഇംഗ്ലീഷ് എന്ന ഒരു ബലി കയറാൻ മല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ് ആസ് ഫാർ ആസ് വി പീപ്പിൾ ആർ കൺസേൺഡ് ഈസ് നത്തിങ് ടു ഈസി ഓർ വാട്ട് യു കോൾ ട്രീറ്റ് വിത്ത്. നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു സബ്ജക്റ്റായിട്ട് ഇംഗ്ലീഷ് മാറ്റുണ്ടോ എന്നുള്ളത് പലരും അങ്ങനെ കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഇപ്പോൾ ആരും മറുപടി പറയേണ്ട, കാരണം മൈക്ക് ഓൺ ആക്കുമ്പോൾ ഈ ജാം ആവാൻ ചാൻസ് ഉണ്ട് ഡാറ്റ. അപ്പോൾ പലർക്കും ക്ലാസ് വിഷ്വൽസും ഓഡിയോസും ഒക്കെ സ്റ്റക്കായി പോവും. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കണ്ടോ മറ്റൊക്കെ ആൻസർ ചെയ്താൽ മതി കേട്ടോ. ശരിക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ 1 മുതൽ 10 വരെ 10 വർഷം അവിടെ പഠിച്ചു, അല്ലെങ്കിൽ LKG UKG കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 12 വർഷം നിങ്ങളവിടെ നിങ്ങളുടെ സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് SSLCക്ക് വേണ്ടി പഠിച്ചു. ശേഷം +1 +2 ഹയർ സെക്കൻഡറി 2 വർഷം പഠിച്ചു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് എന്ന ഭാഷ ഇഷ്ടപ്പെട്ട്, ഒന്ന് സ്നേഹത്തോടു കൂടി ഇഷ്ടപ്പെട്ട്, അങ്ങനെയല്ല, നമുക്ക് ആദ്യം അതിനോടൊരു ഇഷ്ടമൊക്കെ വരണം. എങ്കിലല്ലേ വെറുത്തുകൊണ്ട് പഠിച്ചാൽ യോഗത്തൊരു സാധനം പഠിയില്ല. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരു മുഴുവനായ അർത്ഥത്തിൽ? ഇല്ല. കുറച്ചൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെന്നെ അറിയാം കുറച്ചൊക്കെ പഠിച്ചാൽ ഒന്നും ആവില്ല എന്ന്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു കാര്യത്തിന് ഒരുങ്ങിയിട്ടില്ല. അങ്ങനെ ഒരുങ്ങാതെ ആ ഒരു ഭാഷ പഠിയാതെ നമ്മളെങ്ങനെ ആ ഭാഷയെ അങ്ങോട്ട് ഇത് ഇപ്പോൾ പഠിയാത്ത ഭാഷയാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും അല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ കഥയിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ കഥകളും മറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേ കുറേയൊക്കെ ലെവലായി കിട്ടുള്ളൂ. അപ്പോൾ കഥകൾ വരുന്നുണ്ട്. എന്തായാലും ഈ ക്ലാസ്സുകൾ കൂടുതലുണ്ടാവില്ല. കുറച്ച് ക്ലാസ്സുകൾ വരുമ്പോഴേക്കും നമ്മുടെ മെയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റോപ്പ് ആവില്ല. അത് ക്ലാസ്സിൻ്റെ ഫോർമാറ്റും രീതിയും വേറെ മാറിയിട്ട് ക്ലാസ് വരും. അതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകളുടെ അവസാന ക്ലാസ്സുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മുടെ മെയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാരണം മെയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് മുടക്കിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് വെക്കാൻ കഴിയില്ല. നോർമലി അറിയാലോ, എനിക്ക് ഒഴിവ് കുറച്ച് കുറഞ്ഞ അധ്യാപകനാണ് ഞാൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വൈകുന്നേരം 3 സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പം ലംബാടാകുമ്പോൾ ഫ്രീ ഉണ്ടാവില്ല കേട്ടോ. എങ്കിലും നമ്മൾ ആക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സമയം പരമാവധി കിട്ടുന്ന മാത്രയിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ
ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് ടാസ്ക് തരാൻ പോവുകയാണ്. ടാസ്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ. ടാസ്ക് ചെയ്യണം. ടാസ്ക് ഇന്ന് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങാം. നാളെയും മറ്റന്നാളൊക്കെ പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരു ഇത് ലെവലായി കഴിഞ്ഞാൽ പിന്നെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത ക്ലാസ് ഞാൻ പറഞ്ഞു തരണ്ടേ. ഞാൻ പറയുന്ന ടാസ്ക് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടാസ്ക് തന്നെയാണത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം കുട്ടികളെടുത്ത് നമുക്ക് നമ്മളെ പരിചയപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു 6-7 മാസം കഴിഞ്ഞ ടീച്ചിങ് പ്രാക്ടീസിന് പോകേണ്ടി വരും. അവിടെ നമ്മൾ സ്കൂളിൽ കുട്ടികളെ നമ്മൾ ഫേസ് ചെയ്യും. ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത് മസ്റ്റ് തന്നെയാണ്. കാരണം അവർ കൂടി കടന്നാലേ നമുക്ക് ടീച്ചറായിട്ട് മാറാൻ കഴിയുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് കുട്ടികളെ മുമ്പിൽ നമുക്ക് ഇംഗ്ലീഷിൽ നമ്മളെ പരിചയപ്പെടുത്തേണ്ടി വരും. സോ അത് തുടക്കം നമ്മൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ധൈര്യസമേതം എല്ലാവരും മുമ്പോട്ട് വരിക ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ധൈര്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. കാരണം ഞാൻ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ടീച്ചറായാൽ ശരിയാവൂലേ ഇങ്ങനത്തെ സംശയം വെച്ചിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് എവിടെ എത്താൻ പോകണില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നു, ഇത് ടീച്ചറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങളെ മനസ്സിൽ സാറിങ്ങനെ പുളു പഠിച്ച് കണ്ട് ടീച്ചറാവൽ ഈസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം അത് കുറച്ച് ഇടങ്ങറുള്ള പണി തന്നെയാണ്. ഇടങ്ങറ് ഇല്ല എന്ന് ഞാൻ പറയുന്നു. കാരണം നമ്മുടെ അപ്രോച്ചും കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ അത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഇന്ന് ഒരു സ്റ്റോറി കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ നിങ്ങളടുത്ത് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആ വ്യക്തി ആരുമല്ല, ആ വ്യക്തിയെ നമുക്ക് കൂടുതലായിട്ട് അറിയാം. അതിന് മുമ്പ് നമുക്ക് 1968 നടന്ന ഒരു ഒളിമ്പിക്സിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അമേരിക്കയിലെ ഒരു കുഗ്രാമത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ അമേരിക്കയിലെ ആ ഒരു റിമോട്ട് ഏരിയയിൽ അമേരിക്കൻ അത്ലറ്റിക്സ് ഒളിമ്പിക്സ് ടീമിൻ്റെ പരിശീലനം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇയർ 1968. അപ്പോൾ ആ സമയത്ത് ഒരു റിമോട്ട് വില്ലേജ് ആണ് ഏരിയ. അവിടെ ഈ ഒളിമ്പിക്സ് ടീമിൻ്റെ പരിശീലനം കാണാൻ വേണ്ടി ഒരു 6-7 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി മുട്ടുകാലിൽ ഇഴഞ്ഞു വരുന്നത് ആ കോച്ച് ശ്രദ്ധിച്ചു. പിന്നെ അമേരിക്കൻ ടീമിൻ്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആ കോച്ച് ഈ രംഗം ശ്രദ്ധിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഈ കുട്ടിയോട് ചോദിച്ചു, എന്താ മോളെ, നിനക്ക് പാരൻസ് ഒന്നും ഇല്ലേ? നിൻ്റെ പാരൻസ് എന്താ നിന്നെ കെയർ ചെയ്യാത്തത്? അവൾ രാവിലെ വരും, പിന്നെ ഈ താരങ്ങൾ എന്തെങ്കിലും ഫുഡോ കൊടുത്താൽ അത് കഴിക്കും. വൈകുന്നേരം വരെ ഈ താരങ്ങളുടെ പരിശീലനം കണ്ടുകൊണ്ട് അവൾ ആ ഒരു പുൽമേടിൽ എവിടെയെങ്കിലും ഓരത്തിരിക്കും. വൈകുന്നേരത്തോടു കൂടി അവൾ മുട്ടുകാലിൽ എഴിഞ്ഞുകൊണ്ട് തന്നെ കുട്ടിക്ക് നടക്കാൻ വയ്യ, മുട്ടുകാലിൽ എഴിയാണ് ചെയ്യേണ്ടത്. ആ കുട്ടി തൻ്റെ വീട്ടിലേക്ക് പോകും. വീട് അവൾ കാണിച്ചു തന്നു. അല്പം ദൂരെ, അവിടെ നിന്ന് കഴിഞ്ഞാൽ അല്പം ദൂരെ ആ വീട് കാണാം. ഓക്കെ, അപ്പം എന്തായാലും ഒരു ദിവസം കോച്ച് ഈ കുട്ടിയുടെ കൂടെ തന്നെ കോച്ച് എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. വൈകുന്നേരം, അതായത് സൂര്യൻ അസ്തമിക്കാതിരിക്കുന്ന സമയത്താണ് കരിമ്പിൻ തോട്ടത്തിലെ ജോലി കഴിഞ്ഞുകൊണ്ട് ആ കുട്ടിൻ്റെ മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഉടനെ കോച്ച് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഒരു മനുഷ്യന്മാരാണോ? ഈ ബലഹീനത അനുഭവിക്കുന്ന ഈ കുട്ടിയെ ഒറ്റക്കാക്കിയാണ്ട് നിങ്ങൾ ഇങ്ങനെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയെ ആര് കെയർ ചെയ്യും? നമ്മുടെ മക്കളല്ലേ ആദ്യം കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആ ഒരു പിതാവ് പറഞ്ഞ മറുപടി വളരെ ടച്ചിങ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് പോളിയോ വാദം വന്നതാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ശരിക്ക് കാലുകളിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയും. പക്ഷെ അതിന് വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ജീവിതത്തിൽ എനിക്ക് സേവ് ചെയ്യാൻ കഴിയാത്തൊരു എമൗണ്ടാണ്. പക്ഷെ എങ്കിലും ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മകളെ തനിച്ചാക്കിയിട്ട് തന്നെയാണെങ്കിലും ഞങ്ങൾ കരിമ്പിൻ തോട്ടത്തിൽ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ പണം സ്വരൂപിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംസാരം കേട്ടുകൊണ്ട് വളരെ ഫീലിംഗ് ആയ
വളരെയധികം ടച്ചിങ് ആയ ഇമോഷണൽ ആയിട്ടുള്ള കോച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കൻ ഒളിമ്പിക്സിലെ അത്ലറ്റിക്സ് ടീമിൻ്റെ കോച്ചാണ്. എന്നെ അറിയാത്ത ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അമേരിക്കയിലെ ഏറ്റവും മികച്ച നാഷണൽ ഡോക്ടേഴ്സിനൊക്കെ അറിയാം. ഞാൻ അവരെ സഹായം തേടാം. നിങ്ങൾ ഈ കുട്ടിയുടെ ഓപ്പറേഷൻ ഞാൻ വഹിച്ചോളാം, അതിന് വേണ്ട എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചോളാം. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർ കണ്ണു നിറഞ്ഞു, ആ മാതാപിതാക്കൾ. ഉടനെ അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കകം ഈ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അമേരിക്കയിലെ ഏറ്റവും മികച്ച നാഷണൽ ഡോക്ടർമാരുടെ സേവനം തന്നെ ഈ കോച്ച് തേടിപ്പിടിച്ചു. അദ്ദേഹം ആ കുട്ടിയുടെ കാല് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തിയേറ്ററിൽ കയറുന്ന മുമ്പായിട്ട് ഈ കുട്ടിയോട് അത്രയും കൂടുതൽ ഫ്രണ്ട്ഷിപ്പായിരുന്ന ആ കോച്ച് ചോദിച്ചു, അല്ല മോളെ, നിനക്ക് എന്നതിൻ്റെ ആഗ്രഹം, നിനക്ക് എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളുണ്ടോ? അവൾ പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവൾക്ക് ആ ഒരു ഓപ്പറേഷൻ്റെ പേടിയേ ഉണ്ടായിരുന്നില്ല. കാരണം 7 വയസ്സായ കുട്ടി ഇതെന്താ അറിയില്ല. ഓക്കെ, എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്. കാരണം എനിക്ക് ഒന്നാമത്തെ ആഗ്രഹം, എനിക്ക് ഒളിമ്പിക്സിൽ 400 ഹഡിൽസ് 400 മീറ്റർ ഹഡിൽസിൽ ഗോൾഡ് മെഡൽ നേടണം. ഈ ഒരു പ്രാക്ടീസ് കാണാൻ വന്ന് കുട്ടിക്ക് ഒളിമ്പിക്സും മറ്റൊക്കെ മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞു പോയിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഭാഗമായിട്ടുള്ള ഫ്രം സീ ലെവൽ 8,848 മീറ്റർ ഹൈറ്റ് വരുന്ന ആ എവറസ്റ്റ് എനിക്ക് കീഴടക്കണം എന്ന് ഈ പെൺകുട്ടി പറഞ്ഞു. അതുകൊണ്ട് കോച്ച് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് അദ്ദേഹം ഒരു കോൺഫിഡൻസ് കാണിച്ചുവെങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒരു പുച്ഛമുണ്ടെന്ന് അദ്ദേഹത്തിന് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാൻ തോന്നി അങ്ങനെ. കാരണം 2 കാല് മര്യാദക്കുള്ള ആൾക്കാർക്ക് തന്നെ ഇതൊന്നും നേടാൻ കഴിയുന്നില്ല. അപ്പോഴല്ലേ 1.5 കാലിയായ നിന്റെ കാര്യം അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടിൻ്റെ ഡിറ്റർമിനേഷൻ ആ കോച്ചിന് അറിയാമായിരുന്നില്ല. 1982 ബെർലിൻ ഒളിമ്പിക്സ്, 78ആണോ 82ആണോ വർഷം ഓർമ്മയിലില്ല കേട്ടോ. അപ്പോൾ ബെർലിൻ ഒളിമ്പിക്സിൽ വ്യക്തിഗത 4 ഇനങ്ങളിൽ ഗോൾഡ് മെഡൽ നേടി ലോക റെക്കോർഡിട്ട് ഈ 7 വയസ്സുകാരിയായ പോളിയോ ബാധിച്ച് ഓപ്പറേഷനിലൂടെ കാലുകളുടെ ശേഷി തിരിച്ചു കിട്ടിയ ഒളിമ്പിക്സിന് ഗോൾഡ് മെഡൽ നേടിയ ഈ പെൺകുട്ടി മറ്റാരുമല്ല, ഇന്നത്തെ ഏറ്റവും മികച്ച പിന്നെ അമേരിക്കയിൽ സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടുന്ന വല്യമ്മ. അവരാണ് വിൽമ സ്മിത്ത്. മിൽമല്ല, വിൽമ സ്മിത്ത്. എങ്ങനെയുണ്ട് ഡെഡിക്കേഷൻ? മനസ്സിലായോ? അതാണ് ഒരുങ്ങി പുറപ്പെട്ടിട്ട് അതുകൊണ്ട് നേടാനുള്ള ഒരു ത്രാണി, ധൈര്യം നമ്മളിങ്ങോട്ട് സംഭരിക്കണം. വരുന്നോടത്ത് വരട്ടെ എന്ന രീതിയിൽ. കഴിഞ്ഞ കൊറോണ വരുന്നതിന് ജസ്റ്റ് 1-2 മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞ 2019 ഫെബ്രുവരി മാസം, 2019 മാർച്ച് 9 നരേന്ദ്രമോദി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് കൊറോണയുമായി ബന്ധപ്പെട്ട് കണ്ട്. ഓക്കെ, 2019 ഫെബ്രുവരി പേപ്പറിൽ വന്ന വാർത്ത, മനോരമ പേപ്പറിൽ വന്ന വാർത്ത കണ്ട് കേരളത്തിലെ ആളുകൾ പോലും വിൽമ സ്മിത്തിനെ അറിയാവുന്ന കുറേ ആളുകൾ അമ്പരന്ന് പോയി. വിൽമ സ്മിത്ത് 76 വയസ്സിൽ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി. അല്ലോ, 76 നമ്മളെ വല്യമ്മാൻ്റെ പ്രായമാണ്. 76 വല്യമ്മാൻ്റെ പ്രായമാണ്. മിക്ക വല്യമാരും 76 വരെ ഒന്നും നോക്കൂല. നമ്മുടെ നാട്ടിലൊക്കെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആയുസ് എന്ന് പറഞ്ഞാൽ 50, 60 മേലേക്കാണ് പോകുമെന്ന് പറഞ്ഞാൽ ദുർലഭമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് വിൽമ സ്മിത്ത് 76 വയസ്സിൽ, അതും 8848 മീറ്റർ, അതായത് 23,000-ഓളം അടി വരുന്ന എവറസ്റ്റിൻ്റെ നെറുകയിൽ കയറിക്കൂടിയത്. ഒന്ന് മനസ്സിലാക്കണം. 2-3 സ്റ്റെപ്പ് ഉണ്ട് കയറുമ്പോൾ നമ്മളെ വല്യമാർ ശ്വാസം ഈ വലിയാണ് അല്ലേ. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഇംഗ്ലീഷുകാർ ഏതോ ഒരു സായിപ്പ് പറഞ്ഞതാണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, നാളെ തന്നെ പ്ലാവിൻ്റെ അടിയിൽ പോയിരിക്കണ്ട കേട്ടോ. ഈ ഒരു കാര്യം സത്യമാണ്, ആവശ്യമാണ്. നമ്മുടെ മനസ്സിനുള്ള ധൈര്യം, അത് നേടാനുള്ള ആ ഒരു ആത്മവിശ്വാസം, ചങ്കുറപ്പ്, നേടിയേ അടങ്ങുന്നുള്ള വാശി, ഇതൊക്കെയാണ് ഉണ്ടാവേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. ഇനിയിപ്പോൾ ക്ലാസ്സിൽ 40 വയസ്സ് കഴിഞ്ഞവരുണ്ടാവും. ഇനിയിപ്പോൾ എന്നെ കൊണ്ടിപ്പോൾ വാശി നടക്കൂല.
78-ാം വയസ്സിൽ 76-ാം വയസ്സിൽ വിൽമ സ്മിത്ത് കയറിയില്ലേ വാശിയോട് കൂടിയിട്ട് ഇല്ലേ? എന്തായാലും ഇതിൽ 76-ാം വയസ്സിൻ്റെ മേലേക്കുള്ള ആൾക്കാരൊന്നും ഇതിലില്ലല്ലോ, ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ 76 വയസ്സ് വരെ വാശിയാവാം. ഇന്നും 82 വയസ്സായ വിൽമ സ്മിത്ത് ഇന്നും ആക്റ്റീവാണ്, ലൈവാണ്. അമേരിക്കയിലെ മെയിൻ സെലിബ്രിറ്റികളിൽ ഒരാളാണ്. ഗൂഗിൾ തപ്പിക്കോളൂ വിൽമ സ്മിത്ത്. ഇനി വേണമെങ്കിൽ ഒളിമ്പിക്സ് ചാമ്പ്യനും കൂടി ബ്രാക്കറ്റിൽ കൊടുത്തോളൂ, എന്നാലേ, കാരണം അമേരിക്കയിൽ ചിലപ്പോൾ ഒരുപാട് വിൽമ സ്മിത്ത് ഉണ്ടാവും. അപ്പോൾ ഗൂഗിളിൽ ചിലപ്പോൾ എല്ലാം വന്നു വരും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് വേണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടാസ്ക് തരാൻ പോവുകയാണ്. ടാസ്ക് എന്താണ്? ടാസ്ക് നിങ്ങൾ അടുത്ത ക്ലാസ്സിലാണ് ആ ടാസ്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത്. ഞാൻ ഒരു 6 ക്വസ്റ്റ്യൻ പറയാം. ആ 6 ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാൻ തന്നെ പറഞ്ഞുതരാം. ആ 6 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഈ 6 ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമുക്ക് ചെയ്യാനുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇത് 6 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ആർ യു? നിങ്ങൾ ആരാണ്? ഹൂ ആർ യു? നിങ്ങളെന്താ ആൻസർ പറയുക? ഐ ആം സുമയ്യ, ഐ ആം റസീന, ഐ ആം റാഹില. ആ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക, പിന്നെ പേര് പറയേണ്ടത്. മൈ നെയിം ഈസ് എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കേൾക്കുമ്പോൾ ഒരു പഴഞ്ചൻ മെത്തേഡ്, ഒരു പഴഞ്ചൻ രീതിയാണോ തോന്നിപ്പോകുന്നുണ്ട്. നമുക്ക് ഈ പഴഞ്ചനൊന്നും ആവണ്ട, നമുക്ക് മോഡേൺ ആവാം. ഓക്കെ കേട്ടോ. അപ്പോൾ ഞാൻ മോഡേൺ ഉദ്ദേശിച്ചത് നമ്മളെ വസ്ത്രധാരണ രീതിയല്ല കേട്ടോ, നമ്മുടെ ഇംഗ്ലീഷ് സംസാര രീതി മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ മോഡേൺ ആവാം ആ കാര്യത്തിൽ. അപ്പോൾ ഐ ആം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി വേർ ആർ യു ഫ്രം? നിങ്ങൾ എവിടുത്തുകാരിയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പറയാം ഐ ആം ഫ്രം ഇരിട്ടി, ഐ ആം ഫ്രം ഇരിട്ടി, ഐ ആം ഫ്രം പാലക്കാട്, ഐ ആം ഫ്രം മലപ്പുറം, ഐ ആം ഫ്രം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു സേ യുവർ നെയിം ആൻഡ് സെക്കൻഡ്ലി യു ക്യാൻ സേ ദാറ്റ് വേർ ആർ യു ഫ്രം. സോ യു ക്യാൻ സേ ദ പ്ലേസ് ദാറ്റ് യു വേർ ബോൺ ആൻഡ് ബ്രോഡ് അപ്പ്. നിങ്ങൾ ജനിക്കുകയും നിങ്ങൾ വളരുകയും ചെയ്ത സ്ഥലം, അത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പലപ്പോഴും ലേഡീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ജനിച്ച് ഒരു 18-19 വയസ്സ് വരെ വളർന്ന സ്ഥലത്താവില്ല ഇപ്പോൾ ഉള്ളത്. നോർമലി എന്തായാലും മാറും, ഇല്ല കല്യാണം ഉണ്ടാകുമ്പോൾ എന്തായാലും മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഏരിയ ഏതാണോ അവിടെ തന്നെയാണ് ജനിച്ചതും വളർന്നതും എന്ന് നിങ്ങൾ സ്വയം സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഐ ആം ഫ്രം പാലക്കാട്, ഐ ആം ഫ്രം ട്രിവാൻഡ്രം, ഐ ആം ഫ്രം ആലപ്പി. ആലപ്പി എന്ന് പറഞ്ഞാൽ ആലപ്പുഴൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ. പിന്നെ ഐ ആം ഫ്രം ട്രിച്ചൂർ ആൻഡ് ഐ ആം ഫ്രം കാലിക്കറ്റ്. സോ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ പേര് പറയും, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറയും. ആൻഡ് തേർഡ്ലി യു ക്യാൻ സേ യുവർ ഫാമിലി സ്റ്റാറ്റസ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ നിങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചെത്തിയ വീട്ടിൽ ചിലപ്പോൾ ഒരുപാട് മെമ്പർമാരുണ്ടാവും. അവരെല്ലാം പാടെ കൂടി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഹസ്ബൻഡ്, പിന്നെ നിങ്ങളെ മക്കൾ. ഓക്കെ, മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ്, അങ്ങനെ പറയേണ്ടത്. മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് മൈ ഹസ്ബൻഡ്, മൈ ചിൽഡ്രൻ ആൻഡ് മീ ഓർ ആൻഡ് ഐ. ഇത് രണ്ടും പറയട്ടോ, ആൻഡ് ഐ. അതായത് എൻ്റെ ഫാമിലി ഇത് ഉൾപ്പെടുന്ന ആരൊക്കെയാണ്? ഞാനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, മക്കളുണ്ട്. മൈ ഹസ്ബൻഡ്, മൈ ചിൽഡ്രൻ ആൻഡ് മീ ഓർ ആൻഡ് ഐ. ഓക്കെ, ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുള്ള ഒരു സ്റ്റാറ്റസ് ആയി കഴിഞ്ഞു. ആൻഡ് ഫോർത്തിലി യു ക്യാൻ സേ ദാറ്റ് യുവർ ആംബിഷൻ. സോറി, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ ഫാദർ, മദർ. ഹു ഈസ് യുവർ ഫാദർ ആൻഡ് ഹു ഈസ് യുവർ മദർ? അതും കൂടി, അത് 4th ക്വസ്റ്റ്യൻ ഹു ഈസ് യുവർ ഫാദർ ആണ്, 5th ക്വസ്റ്റ്യൻ ഹു ഈസ് യുവർ മദർ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദർ പേര് മൈ ഫാദർ ഈസ് മിസ്റ്റർ കിടക്കട്ടെ. അപ്പാൻ്റെ പേരിൽ, അച്ഛൻ്റെ പേരിൽ പിന്നെ ഒരു മിസ്റ്റർ കിടക്കട്ടെ. നമ്മളെന്തായാലും ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ അല്ലേ? നമുക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തെന്നില്ലേ? മൈ ഫാദർ ഈസ് മിസ്റ്റർ പറഞ്ഞ ശേഷം മൈ ഫാദർ ഈസ് മിസ്റ്റർ അബ്ദുറഹ്മാൻ ഹാജി, മൈ ഫാദർ ഈസ് മിസ്റ്റർ രാംദാസൻ. നിങ്ങളെ അച്ഛൻ്റെ പേര് പറയുക. ആൻഡ്
ഹീ ഈസ്, അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹീ ഈസ് വർക്കിംഗ്. ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. അറ്റ് ഗൾഫല്ല കേട്ടോ, അറ്റ് അബ്രോഡ്. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. ABROAD. ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്. അദ്ദേഹം ഇവിടെ നമ്മുടെ നാട്ടിൽ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഹീ ഈസ് വർക്കിംഗ് ഇൻ ഗവൺമെൻറ് സർവീസ്. അപ്പോൾ അവിടെ നിങ്ങൾ ആ വർക്കിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പകരം അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബാങ്ക് കഴിഞ്ഞു, ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും വിഷ്വൽസും ഓഡിയോസും ഒക്കെ റെഡി ആയിരിക്കും. എല്ലാവർക്കും സ്റ്റക്ക് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ഉണ്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഹു ഈസ് യുവർ ഫാദർ ആൻഡ് ഹു ഈസ് യുവർ മദർ. ഹു ഈസ് യുവർ ഫാദർ, അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പാടുണ്ട് ശരിക്കും, വാട്ട് ഈസ് ഹി. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്. വാട്ട് ഈസ് ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണെന്നല്ല, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, മൈ ഫാദർ ഈസ് മിസ്റ്റർ രാംദാസൻ, ഹീ ഈസ് വർക്കിംഗ് അറ്റ് അബ്രോഡ്, ഹീ ഈസ് വർക്കിംഗ് ഇൻ ഗവൺമെൻറ് സർവീസ്. ഇനി നമ്മുടെ പിതാവ് മരണപ്പെട്ട കേസാണെങ്കിൽ ഹീ ഈസ് നോ മോർ, ഹീ ഈസ് നോ മോർ, ഹീ ഈസ് നോ മോർ എന്ന് പറയേണ്ടത്. ഇനി അദ്ദേഹം ഇപ്പോൾ ഗൾഫ് ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നാട്ടിൽ റെസ്റ്റ് ചെയ്യുകയാണ്, പ്രായമെത്തിയ ആളാണെങ്കിൽ ഹീ ഈസ് ടേക്കിംഗ് റെസ്റ്റ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ രാംദാസൻ ആൻഡ് ഹീ ഈസ് ടേക്കിംഗ് റെസ്റ്റ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ദെൻ യു ക്യാൻ സേ സംതിങ് അബൌട്ട് യുവർ മദർ. ഹു ഈസ് യുവർ മദർ ആൻഡ് വാട്ട് ഈസ് ഷീ. നിങ്ങളുടെ അമ്മ ആരാണ്, അവരുടെ ജോലി എന്താണ്. അപ്പോൾ മൈ മദർ ഈസ് മിസ്സിസ് റജീന ഹസൻ. അപ്പോൾ സാധാരണ ഉമ്മാൻ്റെ പേരിൻ്റെ കൂടെ അമ്മയുടെ പേരിൻ്റെ കൂടെ അച്ഛൻ്റെ പേരും കൂടി ചേർത്ത് പറയുക എന്നുള്ള ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ കൂടിയാണ്. സോ മൈ മദർ ഈസ് മിസ്സിസ് റജീന ഹസൻ. ഹസൻ എന്നുള്ള ഉപ്പാൻ്റെ പേരാണ് കേട്ടോ. ആ കേസിൽ പേര് പറയുക. ആൻഡ് ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഹൗസ് വൈഫ് എന്ന് പറയരുത് കേട്ടോ. ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമല്ല. ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ കുറേ പറഞ്ഞ് കാലഹരണപ്പെട്ടു പോയാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മോഡേൺ ആവാം. ഓക്കെ, സോ മൈ മദർ ഈസ് മിസ്സിസ് റസീന മുഹമ്മദ്. ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. അല്ലേ, നമ്മളെയും നമ്മളെ അനിയത്തിയൊക്കെ എത്രയും വളർത്തി സമയം സ്കൂളിൽ അയച്ചു, നമുക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു തന്നു, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി. രാവിലെ ഈ മക്കളെ സമയത്ത് സ്കൂളിൽ അയക്കുക പറയുന്നതിന് ഒരു മൂന്നാലോക മഹായുദ്ധമാണ്. അപ്പോൾ അതൊക്കെ സഹിച്ച് യാതൊരുവിധ റിമൂണറേഷനോ റിവാർഡോ ഒന്നും കിട്ടാതെ അങ്ങനെയൊക്കെ ജീവിതകാലം മുഴുവൻ സഹിച്ച അവർ ഒരു എഞ്ചിനീയറെക്കാട്ടിയും വലിയ ജോലിയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഒരു എഞ്ചിനീയർ പോലും ഇത്ര ജോലി ചെയ്യൂല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. കെടുക്കട്ടെ, ബിടെക് കഴിയാത്ത ഉമ്മാക്ക് ഒരു എഞ്ചിനീയർ കെടുക്കട്ടെ. ഷീ ഈസ് ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഓക്കെ, ആൻഡ് അടുത്തത് നിങ്ങളുടെ ആഗ്രഹം. ഇത് ഞാൻ പറഞ്ഞൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ആംബിഷന് പറയാനുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ്, വാട്ട് ഈസ് യുവർ ആംബിഷൻ, നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ആഗ്രഹം ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും ഒരേ ആഗ്രഹം തന്നെ ആയിരിക്കും. ടു ബിക്കം എ KG ക്ലാസ് ട്രെയിനർ, ടു ബിക്കം എ മോണ്ടിസോറി ടീച്ചർ, ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ അങ്ങനെ പറഞ്ഞാൽ മതി. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം എ റോൾ മോഡൽ ടീച്ചർ. ഓക്കെ, ആൻഡ് അവസാനത്തൊരു വരിയായിട്ട് നിങ്ങളുടെ ഒഴിവ് സമയം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുകൂടി പറയണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള ചില ആൾക്കാരൊക്കെ ഒഴിവ് സമയത്ത് ഉറങ്ങിയാവും ഒഴിവ് സമയം ചിലവഴിക്കുക. ആ കാര്യം പുറത്ത് പറയരുത് കേട്ടോ. കാരണം ഐ വുഡ് സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന സ്കൂളുകാരും നമ്മളെ ജന്മത്തിന് ജോലിക്ക് വെക്കൂല. അറിയാലോ, കമ്പനികളും ജോലിക്ക് വെക്കൂല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ ഫ്രീ ടൈം നമുക്ക് ഹോബി ഉണ്ടാവും. ഐ വുഡ് സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ വാച്ചിങ് മൊബൈൽ. ഐ വുഡ് സ്പെൻഡ് മൈ ഫ്രീ ടൈം ബൈ റീഡിങ്. ഐ വുഡ് സ്പെൻഡ് മൈ ഫ്രീ ടൈം by spending time with my family. I would spend my free time with my family. I would spend my free time with my family.
സോ യു ക്യാൻ സേ ലൈക്ക് ദാറ്റ്. ഇതിനൊക്കെ നമുക്ക് ഇതിൻ്റെ ആൻസറുകൾ പറയാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ്. ലാസ്റ്റ് ഇത് പറയണം, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. എന്നെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈസെൽഫ്. നന്നാക്കി പറയുകയാണെങ്കിൽ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈസെൽഫ്. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് നിങ്ങൾ പറയണം എന്താ പറയേണ്ടത്. നിങ്ങൾ ആരാണ്? ഹൂ ആർ യു? ഐ ആം ഇനി വേണമെങ്കിൽ മിസ്സിസ് എന്നൊക്കെ പറയാം. ഐ ആം റജുല റഹ്മാൻ. ഐ ആം കമ്മിങ് ഫ്രം കണ്ണൂർ. ഓക്കെ, my family consists of my husband, my children, and I. My father is Mr. Abdurrahman Haji, and he is working at abroad. My mother is Mrs. Jamila Abdurrahman Haji. She is domestic engineer. And I would spend my free time by watching mobile. I would like to become a role model teacher in my life. That's all about myself. Thank you. ഇത്രയും പറയുന്നതോട് കൂടിയിട്ട് ആ ഒരു സ്റ്റൈല് കൈവരും. ഓക്കെ, അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഈ ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി നിങ്ങളിത് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിൽ പറയേണ്ട, ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞോട്ടെ. ഇപ്പം തന്നെ ക്ലാസ്സിൽ കയറിയാണ്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പോൾ റിയലി നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ ഇംഗ്ലീഷ് ലെവലാക്കാൻ പോവുകയാണ്. സോ ഇന്ന് ഞാനൊരു സ്റ്റോറി വെച്ചുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നു. ഇന്ന് ടൈം ഇല്ല. കാരണം എനിക്ക് 7:30 നമ്മളെ തന്നെ ഫോർത്ത് ബാച്ചിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ് ഡേ ആഫ്റ്റർ ടുമോറോ, മിക്കവാറും മറ്റന്നാളെ അതല്ലെങ്കിൽ അതിനടുത്ത ദിവസം കേട്ടോ, വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ശുഭപ്രതീക്ഷയോട് കൂടി ഇപ്പോൾ ഒരുപാട് മെനക്കെട്ടുകാണാണല്ലോ ഈ ക്ലാസ്സിനൊക്കെ കയറാനുള്ള പെർമിഷൻ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതല്ലേ. ഹസ്ബൻഡ് പെർമിഷൻ തന്നെങ്കിലും മദറിൻലോയും ഫാദറിൻലോയും പെർമിഷൻ തന്നില്ല. അപ്പോൾ ആ കിട്ടിയ അവസരം ശരിക്കും മുതലാക്കണം, വിട്ടു കൊടുക്കരുത് കേട്ടോ. സോ ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ നന്നായിട്ട് പഠിക്കാൻ ഒരുങ്ങി പഠിക്കുന്നത് എന്താ ഉണ്ടാവുക നോക്കാമല്ലോ. നിങ്ങളെക്കാട്ടിയും വലിയ മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. അറിയാലോ, നിങ്ങളെക്കാളും വലിയ മോശമായത് മീൻസ് പോവർട്ടി, നോട്ട് ഓൺലി ഫിനാൻഷ്യലി ബട്ട് ഓൾസോ എഡ്യൂക്കേഷനലി. അതായത് ഈ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ മാത്രമല്ല, വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കൂടിയുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന് ഇത് നിശ്ചയദാർഢ്യം കൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു, ഇംഗ്ലീഷിൽ പുസ്തകങ്ങളൊക്കെ എഴുതി. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പല കോഴ്സുകൾക്കായിട്ട് പല യൂണിവേഴ്സിറ്റികളും അപ്രൂവ് ചെയ്ത അറൗണ്ട് ഒരു 10ഓളം പുസ്തകങ്ങൾ തയ്യാറായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ 6 പുസ്തകങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു SCERT കൗൺസിലിൻ്റെ കീഴിൽ തന്നെ 6 പുസ്തകങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിന് പരിഭാഷയൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്, ഇംഗ്ലീഷും മലയാളമൊക്കെ. നമ്മളെ കാര്യം പറഞ്ഞല്ലോ കേട്ടോ. നിങ്ങളെക്കാൾ മോശമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരന് ഇത്രയും പഠിച്ച് പിന്നെ ഉയരാമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉയരാം. ഞാൻ പഠിക്കണമെന്ന് യൂട്യൂബോ സത്യം പറയാം ട്യൂബ് ലൈറ്റ് പോലും ഇല്ല. യൂട്യൂബ് മാത്രമല്ല, ട്യൂബ് ലൈറ്റ് പോലും ഇല്ല. മണ്ണവൾക്കൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. അത്രയും പിന്നെ വേണ്ട കറണ്ടൊക്കെ വന്നത്. അന്ന് പഠിക്കാനെടുത്ത റിസ്ക് ഉണ്ടല്ലോ. ഓക്കെ, വളരെ ബുദ്ധിമുട്ടായിരുന്നു. റിയലി ഹാർഡ് വർക്കിംഗ് വേണം ലാംഗ്വേജ് സ്വായത്തമാക്കുക. സോ ടുഡേ ഐ ആം ഗോയിങ് ടു വൈൻഡ് അപ്പ് മൈ ക്ലാസ്. And actually, I think all of you can understand and all of you can enjoy my class today. So, I would like to take my class in English from the day one. I mean, from today onwards. But it's for you some problem to understand my class as well. So actually, after some more classes, I would like to change my medium of communication into English. So I think that time all of you will be okay. So up to that time, all of you try your 11 best to
to get this language. I mean, to study English well. Okay, today we're going to wind up, and so if you enjoy my class today, you can give me some feedback. You can, I think all of you know my WhatsApp number, and just send a voice that how do you feel today's class. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന രീതിയിൽ ഒരു വോയിസ് എൻ്റെ വാട്സപ്പ് നമ്പർ അറിയില്ലേ, അതിലേക്ക് പേഴ്സണലായി അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി എനിക്കറിയാൻ കഴിയുക. നിങ്ങൾക്കിന്ന് ക്ലാസ്സൊക്കെ കൃത്യം മനസ്സിലായോ, കാര്യങ്ങൾ സ്പീഡായി തോന്നിയോ, അതോ ഇനി സ്ലോ ആക്കണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് വോയിസ് അയക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഡേ ആഫ്റ്റർ ടുമോറോ ടു കണ്ടിന്യൂ വിത്ത് യുവർ ക്ലാസ്. സോ ടുഡേ we can say goodbye. So hands off. Okay, thank you very much. Have a nice day. Good night with the sweet dreams.